മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ കയ്യിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ട്, അടിപൊളി പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ അടിപൊളി സർവീസാണ്. പക്ഷെ ഈ നല്ല പ്രോഡക്റ്റും നല്ല സർവീസും എല്ലാം ആണെങ്കിൽ പോലും നിങ്ങളുടേത് എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല, ബിസിനസ് എവിടെയും എത്തില്ല, നിങ്ങൾക്ക് അത് വിജയിപ്പിച്ചെടുക്കാനും പറ്റില്ല. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് ആണ് അതിൻ്റെ എല്ലാം. മാർക്കറ്റിംഗ് ഈസ് എവ്രിതിങ്, അല്ലെങ്കിൽ എല്ലാം മാർക്കറ്റിംഗ് ആണ് എല്ലാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നമ്മളുടെ മാർക്കറ്റിങ്ങിന്റെ ഫലമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, വിജയിച്ചു എന്ന് നമ്മൾ പറയുന്ന എല്ലാ ബിസിനസ്സിനും അല്ലെങ്കിൽ എല്ലാ ഗ്രേറ്റ് ഓർഗനൈസേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് മാർക്കറ്റിങ്ങിന് വളരെയേറെ ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഒരു 80കളിലോ അല്ലെങ്കിൽ 70കളിലോ 60കളിലോ ഒന്നും ഇത്ര വലിയ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പ്രൊഡക്റ്റ് കാലമായിരുന്നു. ഒരു പരിധി വരെ, തീരെ ഇല്ലെന്നല്ല, ഒരു പരിധി വരെ. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് കേട്ട് വന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നേരെ മറിച്ച് ഇന്ന് അങ്ങനെയല്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിലും ശരി, മോശമാണെങ്കിലും ശരി, നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കണം, മാർക്കറ്റിംഗ് ടൂൾ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നമുക്കതിനെ വളരെ സക്സസ്ഫുൾ ആക്കി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ യെസ് ആണെങ്കിൽ യെസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം, നോ ആണെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യണം. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടോ? ബിസിനസ് ഇമെയിൽ ഉണ്ടോ? കസ്റ്റമർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ കസ്റ്റമർക്ക് എന്തെങ്കിലും ക്വയറീസ് വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ. ജിമെയിൽ അല്ല ഞാൻ ചോദിച്ചത്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഇമെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടോ? ഡു യു ഹാവ് ഗൂഗിൾ മൈ ബിസിനസ്? ഡു യു ഹാവ് ഗൂഗിൾ മൈ ബിസിനസ്? അതോടൊപ്പം തന്നെ അടുത്ത ചോദ്യം, ഇനി ഗൂഗിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ബെഞ്ചാലി അക്കാഡമിയുടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കസാക് ബെഞ്ചാലി എന്ന് പറയുന്ന എൻ്റെ ഗൂഗിൾ മൈ ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ റിവ്യൂസ് കാണാൻ പറ്റും. അതിനകത്ത് അവരിട്ടിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് 4.9 ആണ്. സോ അതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഉണ്ടോ? ഗുഡ് ഗൂഗിൾ റിവ്യൂ നിങ്ങൾക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, നല്ല റേറ്റിംഗ് ഉണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് റേറ്റിംഗ് ഉണ്ടോ? ഫേസ്ബുക്കിൽ നല്ല, നമ്മളുടേത് 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. ഔട്ട് ഓഫ് 5 ഔട്ട് ഓഫ് 5 ആണ് നമ്മളുടേതുള്ളത്. നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ ഗുഡ് റേറ്റിംഗ് ഉണ്ടോ? ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോ, പേജ് ഉണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്താൻ പ്രൊഫഷണൽ ആണ് കേട്ടോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ്സിനെ പരിചയപ്പെടുത്താനുള്ള പേജ് ഉണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിന്, ഇപ്പോൾ എല്ലാവരുടെ ബിസിനസ്സിനും അത് അപ്ലിക്കബിൾ അല്ല, പക്ഷേ ഇപ്പോൾ ഓസ്റ്റിൻ സാറിന്റെ ബിസിനസ്, അതുപോലെ തന്നെ ഹിദായത്ത് സാറിന്റെ ബിസിനസ്സിനൊക്കെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് പെർ ലീഡ് എത്രയാണ് എന്ന് ആവറേജ് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. 1-2 കോഴ്സൊന്നുമല്ല. ബിസിനസ്സുകാർക്ക് ആവശ്യമായിട്ടുള്ള ചാണക്യ പ്രീമിയം കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ എൻട്രി ലെവൽ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളെ കൃത്യമായിട്ട് ബിസിനസ് പഠിപ്പിക്കുന്ന, ഒരു ഡിസിപ്ലിനോടുകൂടി പഠിപ്പിക്കുന്ന ഒന്നാണ്
ബിസിനസ് ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെ വെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും സെയിൽസ് പഠിപ്പിക്കാനും പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്നതിനൊക്കെ ആവശ്യമായിട്ടുള്ള നിരവധി കോഴ്സുകൾ നമുക്കുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള $1,000,000 സെയിൽസ്മാൻ എന്ന് പറയുന്ന ഓൺലൈൻ സെയിൽസ് പ്രോഗ്രാം ഉണ്ട്, ഓഫ്ലൈൻ പ്രോഗ്രാംസുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്കുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് പല പ്രോഗ്രാമുകളും നമ്മൾ നടത്താറുണ്ട്. ഈ പ്രോഗ്രാമുകൾക്കെല്ലാം നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലീഡ്, നമുക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിലും ഒക്കെ നമുക്ക് തരുന്നത് ലീഡുകളാണ്. സോ ഒരു ലീഡിന് നമ്മൾ എത്രയാണ് കോസ്റ്റ് ചെലവാക്കുന്നത്? CPL എന്ന് പറയും. CPL, കോസ്റ്റ് പെർ ലീഡ്. അപ്പൊ ആവറേജ് കോസ്റ്റ് പെർ ലീഡ് എത്രയാണ്? നിങ്ങളുടെ കോസ്റ്റ് പെർ ലീഡ് എത്രമാത്രം കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റിലൂടെ ആളുകളെ നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കോസ്റ്റ് പെർ ലീഡ് എന്ന് പറയുന്നത് വളരെ കുറയുകയും ബിസിനസിന്റെ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് പാർട്ട് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്യും. സോ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള കോസ്റ്റ് പെർ ലീഡ് അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടോ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഉണ്ടോ? ഈവൻ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി ഇല്ല, ശരിയാണ്, ദാറ്റ് ഐ നോ. ഇപ്പോൾ ഗഫൂർഖാന്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലീറ്റ്ലി ഒരു B2B മോഡൽ റൺ ചെയ്യുന്നതാണ് പ്രധാനമായിട്ടുള്ള ബിസിനസ്. എക്യുപ്മെന്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് B2B ആണ്. ഈവൻ B2B ആണെങ്കിൽ പോലും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ അവയർനെസ് ക്യാമ്പയിനുകളിലൂടെ വ്യത്യസ്തമായ എൻഗേജ്മെന്റ് ആക്ടിവിറ്റിയിലൂടെ അവയർനെസ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ജനറൽ പബ്ലിക്കിനിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സഹായകരമാണ്. മാത്രമല്ല, നാളെ ഏതെങ്കിലും ഇതിൽ എൻഗേജ്ഡ് ആകുന്ന ആരെങ്കിലും നിങ്ങളുടെ ബിസിനസ് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആദ്യം അവരുടെ മൈൻഡിൽ വരുന്നതും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളതായിരിക്കണം. അതിന് സഹായിക്കുന്ന സോഷ്യൽ മീഡിയ പ്രസൻസ് നിങ്ങൾക്കുണ്ടോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. സോഷ്യൽ മീഡിയ പ്രസൻസ് നിങ്ങൾക്കുണ്ടോ? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മികച്ച CRM യൂസ് ചെയ്യുന്നുണ്ടോ? ഉദാഹരണം പറയാണ്, ഇപ്പം ഹിദായത്ത് സാറിന്റെ ക്ലിനിക്കിലേക്ക് ഒരു കസ്റ്റമർ വരുന്നു. ആ കസ്റ്റമറുടെ ജേണി, അല്ലെങ്കിൽ നിങ്ങൾ ലീഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നു, പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒപ്റ്റിക്കൽസ് മേഖല, എന്തെങ്കിലും ഒരു ഓഫർ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു ഷോപ്പ്, പുതിയൊരു ഹോസ്പിറ്റൽ നിങ്ങൾ തുടങ്ങാൻ പോകണം. അപ്പൊ ആ ഹോസ്പിറ്റലിനെ കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്തണം. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ അവിടെ പ്ലാൻ ചെയ്യുന്നു. വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവരെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ലീഡ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നു. 1-2 കസ്റ്റമേഴ്സിന്റെ എൻക്വയറി വരുന്നു, അത് ഫോളോ അപ്പ് ചെയ്യുന്നു, അത് നെർച്ചർ ചെയ്യുന്നു. അങ്ങനെ ഈ നെർച്ചർ ചെയ്യുന്ന ലീഡ് ക്യാമ്പയിൻ നെർച്ചർ ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എൻഗേജ് ചെയ്യിക്കാനുള്ളതും അവരുടെ ഡാറ്റയും ആ കസ്റ്റമർ വന്നതും എത്ര തവണ വിസിറ്റ് ചെയ്തു, എന്തൊക്കെയാണ് അവരെടുത്ത ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ആഫ്റ്റർ സെയിൽ സർവീസ് എന്തൊക്കെയാണ് വേണ്ടത്, ഒപ്റ്റിക്കൽസ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, സ്പെക്ടാക്കിൾസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വാറണ്ടി എങ്ങനെയാണ്, ഗ്യാരണ്ടി എങ്ങനെയാണ്, അത് പ്രീമിയം സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവരെ വീണ്ടും എൻഗേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് എന്താണ് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് നമ്മളെ സഹായിക്കുന്ന ടൂൾസ് ആണ് CRM എന്ന് പറയുന്നത്. സോ ഡു യു ഹാവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ? അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സെല്ലിംഗ് മെക്കാനിസം ഉണ്ടോ? നിങ്ങളുടെ സെയിൽസ് സിസ്റ്റത്തെ, ഈവൻ അത് കസ്റ്റമർ സർവീസ് ആണെങ്കിൽ പോലും ഈ കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പിന്റെ ട്രെയിനിങ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? പ്രോപ്പർ ട്രെയിനിങ്, ഈവൻ നിങ്ങൾ കസ്റ്റമർ ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, പ്രോപ്പർ ട്രെയിനിങ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട്. 10ാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക്
എത്രയാണ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു വർഷത്തെ ബഡ്ജറ്റ്? എനിക്കറിയാം നിങ്ങൾ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒത്തിരി ബഡ്ജറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവരുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ബിസിനസിന്റെ ഇമേജ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ ബിസിനസിന്റെ മാർക്കറ്റിംഗ് ഹെൽത്ത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.